നമസ്കാരം. അലക്സ് പ്ലേബാക്ക് സിംഗർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അഞ്ജനയെ ഒരു ഫംഗ്ഷന് കൊണ്ട് വിടാൻ പോവാ. വിട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അഞ്ജന ഒരു നല്ലൊരു ഡിഷ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും അല്ലേ? ഇന്ന് നമുക്ക് ഈ വാഴപ്പിണ്ടിയുടെ കഷ്ണം, അതായത് വാഴത്തട കൊണ്ട് നമുക്കിന്നൊരു വാഴപ്പിണ്ടി പുളിങ്കറിയും വെക്കാം, ഒരു മെഴുക്കോറ്റിയും വെക്കാം. ഓക്കെ, ഈ വാഴപ്പിണ്ടി എങ്ങനെയാണ് അതിനെ കഷ്ണമാക്കുന്നതെന്ന് കാണിക്കാം. നമ്മളിങ്ങനെ വട്ടത്തിൽ ഇതിനെ ഓരോ പീസായിട്ട് എടുത്തിട്ടുണ്ട്. ഈ നൂലുണ്ടല്ലോ, ഇങ്ങനെ കയ്യിലൊന്ന് വിരലിൽ ചുറ്റിയെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ മുറിക്കുന്നത്. ഈ ഒരു വണ്ണത്തിൽ ഇത് ഇങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷം ഇങ്ങനെ ഓരോ പീസായിട്ട് മുറിച്ച് വെക്കുക. ഇങ്ങനെ ഇത് മുഴുവൻ മുറിച്ച് വട്ടത്തിലെടുക്കുക. ഇങ്ങനെ ഞാൻ കാണിക്കാൻ വേണ്ടി എടുക്കുകയാണ്. എന്നിട്ട് ഈ മൂന്ന് പീസായി കഴിയുമ്പോൾ ഇത് ഇതുപോലെ അടുപ്പിച്ച് വെച്ചിട്ട് ഇത് ഇങ്ങനെ മുറിക്കുക. ഇതിനെ ഒരു ചതുര കഷ്ണങ്ങളായിട്ട് ഇതിനെ മുറിച്ചെടുക്കുക. ഇങ്ങനെ ഇത് മുറിച്ചതിന് ശേഷം നമ്മളിതിനെ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക. അപ്പോൾ ഇത് നിറം മാറത്തില്ല. ഇതുപോലെ തന്നെ ഈ മുഴുവൻ പീസും നമുക്കിതുപോലെ മുറിച്ചെടുക്കാം. അപ്പം പുളിങ്കറിക്കുള്ളതും മെഴുക്കോട്ടിക്കുള്ളതും ഇതേ അളവിൽ തന്നെയാണ് മുറിച്ചെടുക്കുന്നത്. നമുക്ക് ഈ ഒരു പീസ് പുളിങ്കറിക്കായിട്ട് എടുക്കാം. ഇതുപോലെ ഒരു പീസും കൂടെ ഉണ്ട്, അത് വെച്ചിട്ട് മെഴുക്കോട്ടിക്കുള്ളതും വേറെ ഞാൻ മുറിച്ച് കാണിച്ചു തരാം. ഓക്കെ, വാഴപ്പിണ്ടിയെല്ലാം ചതുര കഷ്ണമായിട്ട് അരിഞ്ഞ് ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടല്ലോ, ഒരു ചെറിയ കഷ്ണം വാഴപ്പിണ്ടിയാണ് എടുത്തത്. ഇച്ചിരി മുറ്റിപ്പോയതുകൊണ്ട് അരിയാൻ സ്വല്പം ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അലക്സിച്ചായനും കൂടെ എന്നെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ അരിയാനായിട്ട്. അതുകൊണ്ട് ഇത് അരിഞ്ഞ് വെള്ളത്തിൽ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിക്കണം. ബാക്കി കുറച്ച് വാഴപ്പിണ്ടി മെഴുക്കോട്ടിക്കായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്, വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുകയാണ്. അത് ഇനി അടുത്തത് വേവിക്കണം. അപ്പം അടുപ്പ് കത്തിച്ചു. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലി പൗഡറും സാദാ ചില്ലി പൗഡറും കൂടെ പൊടിച്ചതാണ്. അതുകൊണ്ട് അത്യാവശ്യം എരിവുമുണ്ട് കളറുമുണ്ട്. അപ്പം 1 ടീസ്പൂണോളം മുളക് പൊടി ഇടാം. പിന്നെ 1/4 സ്പൂൺ മഞ്ഞളും ഇട്ട് വേവിക്കുക. അപ്പം 1/4 വേവായി കഴിയുമ്പോൾ ഉപ്പ് ചേർക്കാം. അപ്പം ഇതൊന്ന് തിളയ്ക്കട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം. 1/4 വേവാകുമ്പോൾ നമുക്ക് തുറന്നിട്ട് ഇനി ചേർക്കാനുള്ളത് പുളിയാണ്. അപ്പം അത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടല്ലോ, പുളി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിനി ഇത് വേവട്ടെ, എന്നിട്ട് നമുക്ക് ചേർക്കാം. ഇപ്പുറത്തെ ചട്ടിയിൽ നമ്മൾ പുളിങ്കറിക്കുള്ള വാഴപ്പിണ്ടി വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തെ പാത്രത്തിൽ ഞാൻ മെഴുക്കോറ്റിക്ക് വേണ്ടിയിട്ട് ബാക്കി വന്ന കഷ്ണങ്ങൾ ഇതുപോലെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചേക്കുകയാണ്. ഇതിനകത്ത് മഞ്ഞളൊന്നും ചേർക്കുന്നില്ല, അല്പം ഉപ്പ് മാത്രം ഒരു പകുതി വേവ് കഴിയുമ്പോൾ ചേർക്കും. അപ്പം ഈ മെഴുക്കോറ്റിക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഈ ഉപ്പും പിന്നെ ഒരു 5-6 കാന്താരി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മെഴുക്കോറ്റി ഇടാൻ സമയത്ത് അതുകൂടെ ചതച്ച്, കാന്താരിയും കൂടെ ചതച്ച് ചേർക്കുന്നുണ്ട്. വേറെ മഞ്ഞളോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് വെളുത്തുള്ളിയും വറ്റൽമുളകും ഒക്കെ ചതച്ച് ചേർക്കാം. ഇപ്പം ഞാൻ വെക്കുന്ന ഈ രീതിയിലാണ്. വേറെ ഒന്നുമില്ല, ഉപ്പും കാന്താരിയും മാത്രം. എന്നിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുന്നു. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇത് വീട്ടിലുണ്ടായ പാളയംകുടം വാഴയുടെ വാഴത്തട ആയത് കാരണം നമ്മൾ വേറെ വിഷമോ പുറത്തുനിന്ന് വാങ്ങിച്ചതൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾ ചേർക്കണമെന്ന് നിർബന്ധമില്ല, താല്പര്യമുള്ളവർക്ക് ചേർക്കാം. മഞ്ഞൾ സാധാരണ നമ്മൾ കറികൾക്കൊക്കെ ചേർക്കുന്നതെന്ന് വെച്ചാൽ അതിന് എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് പോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ മഞ്ഞൾ ചേർക്കുന്നത്. അപ്പോൾ ഇത് ചേർക്കാതെ ഒന്ന് കഴിച്ചു നോക്കൂ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. അപ്പം ഞാനിത് എന്തായാലും ആവാൻ വേണ്ടി കാത്തിരിക്കുക. ചതയ്ക്കുന്ന കല്ലിൽ 1 നുള്ള് ജീരകം ഇട്ടിട്ടുണ്ട്. 1 നുള്ള് ജീരകം മതി, അതായത് 1/2 ടീസ്പൂൺ ഒന്നും വേണ്ട, അതിനേക്കാളും താഴെ 1 നുള്ള് ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഉള്ളി, ഇത് രണ്ടും കൂടെ ചതയ്ക്കണം. ചതച്ചതിന് ശേഷം 1 കപ്പ് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ആ തേങ്ങയും കൂടെ മിക്സിയിൽ നന്നായിട്ട് മഞ്ഞളും ഒരു ശക്കല മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മഷി പോലെ അരഞ്ഞെടുക്കണം. ഇതൊന്ന് ചതയ്ക്കട്ടെ. ചതയ്ക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജീരകത്തിൻ്റെ മണം നന്നായിട്ട് വരാനാണ്. അല്ലെങ്കിൽ മിക്സിയിലാകുമ്പോൾ ചിലപ്പം അത് നന്നായിട്ട് വന്നില്ലെങ്കിലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇതിപ്പം മഷി പോലെ അരയുന്നതുകൊണ്ട് കുറേ കൂടെ മണം കിട്ടും. എന്നാലും ഞാൻ ഇങ്ങനെ ചേർക്കുമ്പോഴാണ് കുറേ കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ടാണ്. അപ്പം ഈ ചതച്ചത് ഈ 1 ഉള്ളിയെ ചേർക്കാവൂ അരപ്പിന്. ഈ പറഞ്ഞ ചതച്ച ജീരകവും ചെറിയ ഉള്ളി ഒരെണ്ണം കൂടെ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ടു. ഇനി
1 കപ്പ് തേങ്ങയാണ് നമ്മൾ ഇതിന് ചേർക്കുന്നത്. അപ്പം തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നു. അല്പം ഉപ്പും പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞളും ഒരു 1/4 സ്പൂൺ ചില്ലി പൗഡറും കൂടെ ചേർത്ത് നമ്മളിത് മഷി പോലെ അരയ്ക്കുന്നു. ഞാൻ അരച്ചതിന് ശേഷം ഈ അരപ്പ് ഞാൻ കാണിച്ചു തരാം. വാഴപ്പിണ്ടി വെള്ളത്തിൽ കിടന്ന് വേവുകയാണ്. അപ്പം ഈ 3/4 വേവായി. അപ്പം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് 1 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പിഴിഞ്ഞു വച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. ഉപ്പും ചേർത്ത് കഴിഞ്ഞു. 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഒരു 3 ടീസ്പൂൺ വാളംപുളി പിഴിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർക്കാം. നമുക്ക് ആവശ്യത്തിന് പുളിയുടെ നമ്മുടെ ആവശ്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പം 3 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഉപ്പും പുളിയും ഒക്കെ ഒന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് ചേർക്കാം. ഇത് പിണ്ടി പുളിങ്കറിക്ക് വേണ്ടി അരച്ചെടുത്ത അരപ്പാണ്. നേരത്തെ പറഞ്ഞ പോലെ 1 കപ്പ് തേങ്ങയും 1 ചെറിയ ഉള്ളിയും 1 നുള്ളി ജീരകവും 1/4 സ്പൂൺ മഞ്ഞളും 1/4 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് 1/2 കപ്പ് വെള്ളം ചേർത്ത് മഷി പോലെ അരച്ചെടുത്തു. ഇനി ഈ അരപ്പ് നമുക്ക് വെന്ത ഈ പിണ്ടിയിലേക്ക് ചേർക്കാം. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഉപ്പും ചേർത്തിട്ടുണ്ട്, പുളിയും ചേർത്തിട്ടുണ്ട്. ഞാൻ പുളി നോക്കി 3 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിന് പുളിയുണ്ട്. ഇനി ഈ അരപ്പും കൂടെ ചേർത്ത് ഈ അരപ്പൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം താളിച്ച് ചേർക്കണം. അത്രയേ ഉള്ളൂ ഈ കറി. ഓക്കെ, ഞാൻ ഈ അരപ്പ് ചേർക്കുകയാണ്. ഇത് ഒഴിക്കുന്ന കൂട്ടാനായിട്ട് അല്പം ചാറ് കാണും. കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. ഇനി ഈ അരപ്പൊന്ന് ചേർത്തൊന്ന് ഇളക്കി കഴിഞ്ഞ് ഒന്ന് തിളയ്ക്കണം. തീ കുറച്ച് വച്ചിരിക്കുകയാണ്. ഈ മിക്സി കഴുകിയ വെള്ളവും കൂടെ ചേർത്ത് അരപ്പ് ഒന്ന് തിളയ്ക്കണം. ഇത് കഴിഞ്ഞ് ഈ കറി ഒന്ന് ആറി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ കുറച്ചുകൂടെ കുറുകിയിരിക്കും. അതുകൊണ്ട് ഈ ഒരു ചാറ് ഉണ്ടെങ്കിൽ ആ സമയം കഴിക്കുന്ന സമയമാകുമ്പോൾ അത്യാവശ്യത്തിന് ചാറ് കാണുകയുള്ളൂ. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് അങ്ങ് തിളച്ച് എണ്ണ തെളിയുന്ന പോലെ ആയി പോകരുത്. ഈ അരപ്പൊന്ന് വെന്താൽ മതി. എന്നാലേ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. കണ്ടല്ലോ, ദേ ആ ചാറിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യാം. ഒന്നുകൂടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. ആവശ്യമെങ്കിൽ 1 ടീസ്പൂൺ കൂടെ പുളി, താല്പര്യമുള്ളവർക്ക് 1 ടീസ്പൂൺ പുളിയും കൂടെ ചേർക്കാം. അതെങ്ങനെയാണെന്നുള്ളത് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച്. അപ്പോൾ ഈ ഒരു ഓറഞ്ച് കളറിലാണ് ഈ കറി ഇരിക്കുന്നത്. ഒന്ന് പതഞ്ഞ് വരട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യാം. ഇതേ കണ്ടല്ലോ, പിണ്ടി പുളിങ്കറി അടുത്ത അടുപ്പിലേക്ക് തിളച്ചതിന് ശേഷം ഒന്ന് പതഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചു. അടുത്ത താളിക്കാനായിട്ട് ഒരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിക്കാൻ പോവുകയാണ്. പാത്രം ചൂടായതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് പെട്ടെന്ന് ചൂടാവും. ഇത് ഇരുമ്പിൻ്റെ ഒരു കൊച്ച് കടുക് വറക്കുന്ന പാത്രമാണ്. അപ്പം ഇത് പിടിക്കണമെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ചരിഞ്ഞ് അതിൻ്റെ എണ്ണയൊക്കെ വെളിയിലോട്ട് പോകും. അതേ ഉള്ളൊരു പ്രശ്നം. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 1 ടീസ്പൂണും ഒഴിക്കാം, 1 ടേബിൾ സ്പൂണും ഒഴിക്കാം. അത് വെളിച്ചെണ്ണയുടെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. അതിന് ശേഷം നമുക്കൊരു 3/4 ടീസ്പൂൺ കടുക് ചേർക്കാം. എണ്ണയൊന്ന് ചൂടായിട്ട് ഇടുമ്പം പെട്ടെന്ന് പൊട്ടി ഇത് കടുക് പൊട്ടും. ഒരു 3/4 ടീസ്പൂൺ കടുക് ചേർക്കുക. അതൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് 1/4 സ്പൂൺ ഉലുവയിടാം. പിന്നെ ഞാനൊരു 3 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 3 വറ്റൽമുളക് അതും പൊട്ടിച്ച് ഇടണം. പിന്നെ കറിവേപ്പിലയും. ഇത് താളിച്ച് 1 നുള്ള് മുളക് പൊടിയും കൂടെ ചേർത്ത് താളിച്ച് അതിനകത്തോട്ട് ഒഴിക്കും. അപ്പോഴും നമുക്ക് കളറും കിട്ടും, മണവും കിട്ടും. എന്നിട്ട് നേരെ അങ്ങ് അടച്ച് വയ്ക്കുക. ഇളക്കാതെ അങ്ങ് അടച്ച് വയ്ക്കും. ഉണ്ണുന്ന സമയമാകുമ്പോൾ മാത്രം നമുക്ക് തുറന്ന് ഉപയോഗിക്കാം. പിന്നെ ഇപ്പുറത്തെ പാത്രത്തിൽ കാണാവോ, ദേ മെഴുക്കുവരട്ടിക്കുള്ള വാഴപ്പിണ്ടി ഉപ്പ് ചേർത്ത് വെള്ളം വറ്റിച്ച് അടച്ച് വെച്ചേക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് മെഴുക്കുവരട്ടിക്കിടാം. ഇവിടെ കടുക് പൊട്ടി തുടങ്ങാൻ പോവുകയാണ്. ഇച്ചിരി കൂടെ ചൂടായിട്ടായിരുന്നു കടുക് ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് പൊട്ടിയേനെ. ഒരു 2-3 സെക്കൻഡ് മുൻപേ കടുക് ഇട്ടുകൊണ്ടാണ് ഒരു അല്പം താമസിച്ചത്. ദേ കടുക് പൊട്ടി തുടങ്ങി. ഇനി നമുക്ക് ഉലുവ ഇടാം. ദേ 1 നുള്ള് ഉലുവ, ഒരു 1/4
1/4 സ്പൂൺ ഉലുവ ഇടാം. പിന്നെ ചെറിയ ഉള്ളി ഒരു 3 എണ്ണം വട്ടത്തിലരിഞ്ഞതും ചേർക്കാം. പിന്നെ 3 വറ്റൽമുളക്. ഈ ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ, അപ്പോഴത്തേക്കും നമുക്ക് വറ്റൽമുളകും കൂടെ ചേർക്കാം. ഇതൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഈ ഉള്ളിയും വറ്റൽമുളകും ഒക്കെ മൂത്ത് വരുന്നതിൻ്റെ ഒരു മണമുണ്ടല്ലോ. പിന്നെ ഈ ഉലുവ മുഴുവനായിട്ടാണ് ഇട്ടത്. നമുക്ക് ഇതിന് തൊട്ട് മുമ്പായിട്ട് ഈ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടെ ലാസ്റ്റ് ഈ ഇതിലിട്ടിട്ട് അതിലോട്ട് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മണം നല്ലപോലെ പിടിക്കും. ഒന്ന് മൂക്കട്ടെ. ഈ ചെറിയ ഉള്ളി കറക്റ്റ് ആ ഒരു മൂപ്പ് വരുമ്പോഴാണ് ആ കറക്റ്റ് മണം കിട്ടുന്നത്. ഉലുവ മൂക്കുന്നതും കടുകും എല്ലാം കൂടെ നല്ല മണമാണ്. വറ്റൽമുളകും ചെറിയ ഉള്ളിയും കടുകും ഉലുവയും കൂടെ മൂത്ത് വരികയാണ്. ഞാൻ തീ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് ഇതിടാം, കറിവേപ്പിലയും ഉലുവപ്പൊടിയൊക്കെ ഇടാം, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. കറിവേപ്പില ഇടുകയാണ്. പൊട്ടിത്തെറിക്കുന്നു. ഒരു നുള്ള് ഉലുവപ്പൊടിയും കൂടി ഇടുന്നു. ഒരു പിഞ്ച് ചില്ലി പൗഡറും കൂടെ ചേർക്കുന്നു. അപ്പോൾ നല്ല കളറും കിട്ടും. ഇവിടെ ഒന്ന് ഇങ്ങനെ മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ചേർക്കാം. തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കറിവേപ്പിലയും ഈ മുളക് പൊടിയും ഉലുവപ്പൊടിയും ഒക്കെ ഇട്ടത്. ഇനി ഇത് കറിയിലേക്ക് ചേർക്കാൻ പോവാണ്. കറി റെഡിയായി. പിണ്ടി പുളിങ്കറി, വാഴപ്പിണ്ടി അല്ലെങ്കിൽ വാഴത്തട പുളിങ്കറി റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് അടപ്പ കൊണ്ട് നേരെ അടച്ചു വയ്ക്കുക, മണം പോകാതെ. അതിനുശേഷം ഉണ്ണുന്ന സമയത്ത് തുറക്കുക. കറക്റ്റ് ചാറൊക്കെ കറക്റ്റ് കുറുകിയിരിക്കും. ആ സമയത്ത് മാത്രം എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുത്താൽ ചോറിന് നല്ലൊരു കറി റെഡി. അടുത്തത് നമുക്ക് വാഴപ്പിണ്ടി മെഴുക്കുവരട്ടിക്കുള്ളതാണ്. അതിൻ്റെ കഷ്ണങ്ങളെല്ലാം ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത ഒരു പാൻ, മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ടുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിക്കാൻ പോവുകയാണ്. ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ്. ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം ഈ കഷ്ണങ്ങളിടുക. ഒരു 6 കാന്താരി മുളക്, നല്ല എരിവാണല്ലോ, വീട്ടിലുണ്ടായതാണിതും. വാഴപ്പിണ്ടിയും വീട്ടിലുണ്ടായതാണ്. ഇതെല്ലാം ഓർഗാനിക്കാണ്. ഒരു 6 കാന്താരി മുളക് ഈ നേരത്തെ ചതച്ച പോലെ ചതച്ച് ഈ മെഴുക്കുവരട്ടി ഇതിനകത്തൂടെ ചേർക്കുക. ഏകദേശം മൂക്കുക. അത് മൂക്കുന്നതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. കൂടുതൽ മൂപ്പിക്കേണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് നേരം കിടന്ന് നല്ല മുരിഞ്ഞ് വരും. ഇതിപ്പം ഇച്ചിരി മുറ്റിയതായതുകൊണ്ട് മൂക്കാൻ ഇച്ചിരി പാടായിരിക്കും. കുറച്ചുകൂടെ ഇളം തണ്ടാണെങ്കിൽ നല്ലപോലെ നല്ല സോഫ്റ്റായിട്ട് മൊരിഞ്ഞ് ചോറിൻ്റെ കൂടെ വെച്ച് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഒരുപാട് പ്രാവശ്യം ഞാൻ കൊച്ചുനാളിൽ തൊട്ടേ കഴിക്കുന്ന ഡിഷാണ് ഈ രണ്ടെണ്ണവും, ഈ പുളിങ്കറിയും ഇതും. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ വാഴപ്പിണ്ടി തോരൻ. വാഴപ്പിണ്ടിയും ചെറുപയറും അല്ലെ വൻപയറും ഒക്കെ ചേർത്ത് തോരൻ ഉണ്ടാക്കാം. പല രീതിയിൽ ചെയ്യാം. അപ്പം ഈ രണ്ടെണ്ണമാണ് ഞാനിന്ന് പ്രധാനമായിട്ടും കാണിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കാം. ഈ പാത്രം ചൂടായി, വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നേരത്തെ പറഞ്ഞ പോലെ മെഴുക്കുവരട്ടി ആയതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണയെങ്കിലും വേണം. കാന്താരി ഒന്ന് ചതക്കുകയാണ്. അല്ലെങ്കിൽ രണ്ടായിട്ട് കീറി വേണേൽ ഇടാം. ഇത് ചെറുതായതുകൊണ്ട് ഞാനൊന്ന് ചതച്ചെന്നേ ഉള്ളൂ. ഇതെങ്ങനെ തെറിച്ചാൽ ഭയങ്കര കണ്ണൊക്കെ വിരിഞ്ഞു പോവും. ഒരു കൈ തൊട്ടാൽ പോലും കൈ വിരൽ പോലും നീറും. അങ്ങനെ ഒരു 6 എണ്ണം ചതച്ചിട്ടുണ്ട്. ഇവിടെ എണ്ണയും ചൂടായി. ഇനി നമുക്ക് ഈ വാഴപ്പിണ്ടി വേവിച്ചത് ഇതിലേക്കിടാം, എണ്ണയിലേക്കിടാം. ഈ നാരക്ക വളരെ നല്ലതാണല്ലോ, ഫൈബർ അത് വളരെയധികമുള്ളൊരു വെജിറ്റബിളാണ് വാഴപ്പിണ്ടി എന്ന് പറയുന്നത്. ഇത് ചെല്ലുകയാണെങ്കിൽ സ്റ്റൊമക്ക് പ്രോബ്ലംസ് എല്ലാം പെട്ടെന്ന് തന്നെ മാറും. ഇതിൻ്റെ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാറുണ്ട്. അത് കിഡ്നിക്കൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പം ഇത് എണ്ണയിലേക്ക് ഇട്ടു. ഞാൻ കാന്താരി ചതച്ചത് കൂടെ ചേർക്കുക. താല്പര്യമുള്ളവർ മഞ്ഞളൊക്കെ ചേർക്കാം കേട്ടോ.
ഞാൻ ചേർക്കാറില്ല. എന്നുവെച്ചാൽ എൻ്റെ അമ്മ ഇങ്ങനെയാണ് വെക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ രീതി ചെയ്യുന്നത്. ഇതിനി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ചെറിയ തീയിൽ കിടന്നിട്ട് മൊരിഞ്ഞ് വരട്ടെ. മൊരിയണ്ട, ഇത് അതിന് മുമ്പ് എടുക്കണം എന്നുള്ളൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ എടുക്കുക. അപ്പം മെഴുക്കുവരട്ടി ഉടനെ തന്നെ റെഡിയാവും. അങ്ങനെ 2 കറിയും വിത്തിൻ മിനിറ്റ്സ് കഴിയും. ഇത് കിടന്നൊന്ന് മൂക്കട്ടെ കേട്ടോ. അങ്ങനെ ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞു. ഏകദേശം മെഴുക്കുവരട്ടി ആയി. ഇനിയും ഇത് കിടന്ന് മുരിഞ്ഞ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ പരുവത്തിൽ നമുക്ക് വാങ്ങാം. ഞങ്ങൾക്ക് ഈ ഒരു പരുവത്തിലാണ് ഇഷ്ടം. അപ്പം നേരത്തെ എങ്ങനെ കാണിച്ചല്ലോ, ഞാൻ വെള്ളം ഒഴിച്ച് വേവിച്ചു, വറ്റിച്ചെടുത്തു. ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 6 കാന്താരി മുളകും കൂടെ ചതച്ച് ചേർത്തിട്ടുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ. വാഴപ്പിണ്ടിയും ഉപ്പും കാന്താരി മുളകും, ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. വാഴപ്പിണ്ടി മെഴുക്കുവരട്ടി റെഡി. വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വാഴപ്പിണ്ടി വെന്ത് കഴിയുമ്പോൾ അത് ചെറുതാവുമല്ലോ. പിന്നെ മെഴുക്കുവരട്ടിയും കൂടെ ആകുമ്പം കുറച്ചുകൂടെ ചെറുതായിട്ടുണ്ട്. അതാണ് ക്വാണ്ടിറ്റി ഇത്രേ കാണത്തുള്ളൂ നമ്മൾ ആ എടുത്ത അത്രയും പിണ്ടിക്ക്. ഇനി ഈ വാഴപ്പിണ്ടി പുളിങ്കറിയുടെ കാര്യം, അതിപ്പം വാളംപുളി പിഴിഞ്ഞൊഴിച്ചാണ് ഈ കറി വച്ചിരിക്കുന്നത്. ചിലർ ഈ മുളക് പൊടിക്ക് പകരം പച്ചമുളക് ചേർത്ത് കണ്ടിട്ടുണ്ട്. പിന്നെ പുളിക്ക് പകരമായിട്ട് മോരൊഴിച്ച് അല്ലെങ്കിൽ തൈരൊഴിച്ച് ഇത് ഒഴിച്ചു കൂട്ടാൻ വയ്ക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ അമ്മ മുളക് പൊടിയിട്ട് ഈ രീതിയിൽ വെക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് ടേസ്റ്റും വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ വെക്കുന്നത്. പച്ചമുളക് താല്പര്യമുള്ളവർക്ക് അത് ചേർക്കാം. മോര് ചേർക്കാനുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. മാങ്ങ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് പുളിക്ക് മാങ്ങ ചേർക്കാം. അപ്പം പല രീതിയിൽ മാറ്റി വയ്ക്കാം. ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. ഓക്കെ, ഇത് മെഴുക്കുവരട്ടി തീ ഓഫ് ചെയ്യുകയാണ്. അപ്പം ഇതായി കഴിഞ്ഞ് ഇത് മതി. ഇത് ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. ഇപ്പം ഉച്ചയാകാറായി, ചോറുമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു അല്പം സമയം കഴിയുമ്പോൾ നമ്മളിത് കറിയും ഇത് കൂട്ടി കഴിക്കും. ഇനി ഒരു മീൻ വറുത്തതും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് അത് ചെയ്യുക. അപ്പോൾ ഇത് കാണിക്കാനല്ല, ഇതിപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ കാണിക്കാനായിട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്ത് ഞങ്ങൾക്ക് ലഞ്ചിന് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്.